മക്കൾ എന്തിനാ വിഷമിക്കുന്നേ? ഞങ്ങളുടെ അച്ഛന് വയ്യ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ വേണം. ഈ കുട്ടികളുടെ അച്ഛനെ വേണം. പക്ഷെ ഇവരുടെ അച്ഛന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല. കാലില് 2 വിരൽ കയറിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഹോളായി. കാല് പഴുത്ത് ഒന്ന് ചരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല, നൂന്നിരിക്കാൻ പറ്റത്തില്ല, തലകറക്കവും ഛർദിലും ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഒരുപാട് പേര് സഹായിച്ചു, ഇവർ അച്ഛനെ ചികിത്സിച്ചു. പക്ഷെ ഇനി ഈ പിള്ളേർക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും സഹായം വേണം. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തുവാ വേണ്ടേ? നമുക്കൊന്നും വേണ്ട, ഞങ്ങൾ അച്ഛനെ രക്ഷിച്ചാൽ മതി. അച്ഛനെ രക്ഷിച്ചാൽ മതി. കാരണം ഈ പിള്ളേരുടെ അച്ഛനെ ഇവർക്ക് പഴയ കണക്ക് കിട്ടണമെന്നാ ഇവരുടെ ആഗ്രഹം. പക്ഷേ പഴയ കണക്ക് ആവുമല്ലോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചേട്ടന്റെ കാലൊന്നും റെഡി ആവത്തില്ല. ഇവർക്ക് അച്ഛനെ വേണം. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഈ 2 പിള്ളേരും കഞ്ഞി മാത്രം കുടിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ പിള്ളേരാണ്. മോളെ എന്തോ കഴിക്കാനുള്ളേ? കഞ്ഞി. എന്തോ കറി എന്തോ ഉണ്ട്? കറി ഒന്നുമില്ല. എന്നും കഞ്ഞിയാണോ? അച്ഛന് വയ്യ? അച്ഛൻ എന്തോ പറ്റിയതാ? അച്ഛൻ ആക്സിഡന്റ് പറ്റിയ. ആണോ? ഇവരുടെ അച്ഛൻ ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പിലായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. മുൻപോട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. ഇവരുടെ അക്കൗണ്ട് നമ്പരും QR മൊബൈൽ നമ്പരൊക്കെ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ ആലോചിച്ച്, ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും വേണ്ട, അച്ഛനെ രക്ഷിച്ചാൽ മതി. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള ഭാവി ഒന്ന് സഹായിച്ചേ പറ്റത്തുള്ളൂ. ഇവരുടെ അച്ഛൻ 3 വർഷം കൊണ്ട് ആക്സിഡന്റ് പറ്റി കിടപ്പിലാണ്. ഒരു കാലിന് നീളക്കുറവായി, ഒരു കാല് പൂർണ്ണമായിട്ടും സ്വാധീനം നഷ്ടപ്പെട്ട് ദൂരത്തില്ല. ഇപ്പൊ പുതിയ അസുഖങ്ങൾ വന്ന് കണ്ണീരിന് പകരം പഴുപ്പാണ് വരുന്നത്. പുള്ളി മാനസികമായിട്ട് വരെ തകർന്നിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല. ചേട്ടാ എന്തായിരുന്നു പേര്? ശ്രീകാന്ത്. ഇത് എവിടെയായിരുന്നു സ്ഥലം? തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ പാലോട് പറയുന്നത്. ഇപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ട് 3 വർഷമായി. ഇപ്പൊ കാലില് 2 വിരൽ കയറി പോകുന്നുള്ള ഹോളുണ്ട് ഇല്ലേ? കാല് പഴുത്ത് 2 വിരൽ കയറി പോകുന്ന ഒരു ഹോളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ഒരു സൈഡ് കൊണ്ട് തകർന്ന കണക്ക് അവസ്ഥ. കണ്ണീന്ന് പഴുപ്പ് കണ്ടുകൊണ്ടിരിക്കും. കണ്ണിന്ന് എനിക്ക് കണ്ണീര് ഇല്ല. ഡോക്ടർ പറഞ്ഞാൽ കണ്ണുനീരില്ല, കണ്ണിന്ന് വരുന്ന പഴുപ്പാ. തൊടുമ്പോൾ തന്നെ നമുക്കറിയാം പഴുപ്പും സ്മെല്ലും ഉണ്ട് കണ്ണിന്. എനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷങ്ങളെ ഉള്ളൂ. കാരണം ഒരു ആഹാരം നല്ലത് വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിട്ടാണ് എൻ്റെ കണ്ടീഷൻ പോകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സഹായിക്കണം. ഈ കുഞ്ഞുങ്ങളെ ആലോചിച്ച്, ഈ പൊടി കുഞ്ഞുങ്ങളെ ആലോചിച്ച് ദയവ് ചെയ്ത് നിങ്ങളുടെയൊക്കെ കാല് പിടിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാല് പിടിച്ച് പറയുവാണ്, നിങ്ങൾ ഒന്ന് രക്ഷിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളൊന്ന് സഹായിച്ചാൽ മതി.